ഒരു തകർപ്പൻ പ്രവേശന ഉത്സവത്തിലാണ് അംഗനവാടി വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം ഒപ്പം കോൺവെക്കേഷനാണ് ആദ്യം മന്ത്രിയായിരുന്നു. വളരെ വ്യത്യസ്തമാണല്ലേ? തീർച്ചയായിട്ടും നമ്മൾ കണ്ടില്ലേ, കുഞ്ഞുങ്ങൾ അമ്മമാരുടെ ചൂടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിൻ്റെ വിഷമമുണ്ട്, ചിലർ ചിരിയോടെയുണ്ട്. കോൺവെക്കേഷൻ സെറിമണി അതിന് തൊട്ട് മുമ്പേ നടന്നു. ഞാൻ കളക്ടറോടും ഡയറക്ടറോടും ഒക്കെ പറയായിരുന്നു, ഇന്നലെ നമുക്ക് പ്രവേശനോത്സവത്തിൽ കരച്ചിൽ അങ്ങനെയൊന്നും കണ്ടില്ല. ഇവിടെ ആ പ്രവേശനോത്സവത്തിൻ്റെ കരച്ചിലൊക്കെ നമ്മൾ കാണുന്നു. എനിക്ക് അംഗനവാടികളിൽ കുഞ്ഞുങ്ങൾ വന്ന് ഒരു സാമൂഹിക ജീവിതം പരിചയപ്പെട്ടതിന് ശേഷമാണല്ലോ ഇപ്പോൾ ക്ലാസ്സുകളിൽ 1ാം ക്ലാസ്സിൽ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യത്യാസം അവിടെ കണ്ടു നമ്മുടെ ഇന്നലെയൊക്കെ നടന്നിടത്ത്. പക്ഷെ ഇവിടെ കുഞ്ഞുങ്ങൾ അത് വരാൻ വിഷമം, കരച്ചിൽ, അമ്മമാരുടെ പിന്നാലെ പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഒരു എന്താണ് ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു അനുഭവമാണ്. വകുപ്പിന്റെ ഒരു പ്രത്യേകതയാണ് കുട്ടികളെ വെൽക്കം കിറ്റ് കൊടുത്ത് സ്വീകരിക്കുന്നു. അതുപോലെ അവർക്ക് കോൺവെക്കേഷൻ ക്യാപ്പ് കൊടുത്ത് അപ്പോൾ ചേർത്ത് നിർത്തുകയാണ് കുട്ടികൾ. തീർച്ചയായിട്ടും അവരിൽ ഈ കോൺവെക്കേഷൻ എന്ന് പറയുമ്പോൾ അവർക്കൊരു ആത്മവിശ്വാസം വരുമല്ലോ. അവർ സ്റ്റേജിൽ കയറി അവരിതൊക്കെ ഇട്ട് ഇതൊക്കെ വെക്കുമ്പോൾ ഭാവിയിൽ എത്രയോ യൂണിവേഴ്സിറ്റികളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നവരും അല്ലെങ്കിൽ കളക്ടറെ പോലെയൊക്കെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ജില്ലകളെ നിയന്ത്രിക്കുന്നവരൊക്കെ ആയി മാറേണ്ടവരല്ലേ ഇവരെല്ലാവരും. ഡയറക്ടറെയും പോലെ ഞാൻ ഡയറക്ടറോട് പറയായിരുന്നു, ഡയറക്ടറെ കൊണ്ട് നമുക്ക് ഒരു ആദ്യം പാട്ട് പാടാമായിരുന്നു എന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഡയറക്ടർ പോലെ നമ്മുടെ ജില്ലാ കളക്ടറെ പോലെയും ഒക്കെ മിടുക്കരായിട്ടുള്ള ഭരണാധികാരികളായിട്ടുമൊക്കെ മാറാൻ കഴിയുന്ന കുഞ്ഞുങ്ങളാണല്ലോ ഇവരെല്ലാം. അപ്പോൾ അവർക്ക് ഒരു ആത്മവിശ്വാസം വളർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വേദി. ഡയറക്ടറോടും ചോദിക്കണേ, വീണ്ടും അംഗനവാടി ചേരാൻ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. കാരണം ഇവിടുത്തെ പ്രവേശനോത്സവം സ്പെഷ്യലാണല്ലോ. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് സ്കൂൾ സിസ്റ്റത്തിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളുടെ കോൺവെക്കേഷനും പിന്നെ പുതിയതായിട്ട് വരുന്ന കുഞ്ഞുങ്ങളുടെ പ്രവേശനോത്സവവുമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് 2 ഗ്രൂപ്പിനെ നമുക്ക് കാണാൻ പറ്റും. ഒരു ഗ്രൂപ്പ് ഇതാ കണ്ടില്ലേ, വിഷമിച്ച് 2 ഗ്രൂപ്പിനെ നമുക്ക് തിരിച്ചറിയാനും പറ്റും. താഴോട്ട് നോക്കിയാൽ ഒരു ഗ്രൂപ്പ് വിഷമിച്ച് ആദ്യമായിട്ട് അമ്മയുടെ മടിയിൽ നിന്ന് മാറുന്ന കാഴ്ച കാണാം. മറ്റൊരു ഗ്രൂപ്പ് ഇങ്ങനെ കൂട്ടം കൂടി നിന്ന് പരിചയം പുതുക്കുന്നത് കാണാം. അപ്പം 2ഉം കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷം. ജില്ലാ കളക്ടർ ചേരുന്നുണ്ട്. ഇവിടെ എത്തിയ ശേഷം കുട്ടികളുടെ ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്ത കളക്ടർ കൂടിയാണല്ലോ. ഈ അവസരത്തിൽ എന്താണ് തോന്നുന്നത്? വളരെ എന്താ പറയുക, ഇപ്പം ഇന്നലെ മിനിസ്റ്റർ പറഞ്ഞ പോലെ 1ാം ക്ലാസ്സിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ ഭയങ്കര ഒരു മിക്സഡ് ഇമോഷനാണ്. കരച്ചിലുണ്ട്, അതുപോലെ തന്നെ സന്തോഷമുണ്ട്. പിന്നെ പല കുട്ടികൾക്ക് നമുക്ക് അറിയില്ല, അവർക്ക് തന്നെ അറിയില്ല എന്തിനാണ്. അപ്പോൾ ആ ഒരു നിഷ്കളങ്കതയും എല്ലാം കാണുമ്പോഴത്തേന് വളരെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർത്ത് നിർത്തുവാണല്ലേ? തീർച്ചയായിട്ടും. കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സമയം നമ്മൾ ഇതിനുവേണ്ടി മാറ്റി വെച്ചതെന്ന് പറയുന്നത്. കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ദിവസം. അവരിതൊരിക്കലും മറക്കില്ല. ഇപ്പോൾ കോൺവെക്കേഷൻ പോലൊരു ചടങ്ങെന്നൊക്കെ പറഞ്ഞാൽ അവരും പേരൻസ് ഒന്നും ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. വളരെ ഇപ്പോൾ അവർക്ക് ചിലപ്പോൾ ഓർമ്മയില്ലായിരിക്കും, പക്ഷേ പിന്നീട് അവരുടെ പിക്ചർ കാണുമ്പോഴൊക്കെ അവർക്ക് ഓർമ്മയുണ്ടോ, ഇങ്ങനെയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയം മാറ്റി വെച്ചത്. ഒരു തമാശയോട് പറഞ്ഞെങ്കിലും അവധിയെ പറ്റി പറഞ്ഞു, അപ്പോൾ ഈ കുട്ടികൾക്ക് അവധി കൊടുക്കേണ്ട ആളല്ലേ? തീർച്ചയായിട്ടും അവധി കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് മഴയൊക്കെ പരിഗണിച്ചിട്ട് മഴയുണ്ടെങ്കിൽ നമുക്ക് അവധി കൊടുക്കുന്നതിനെ പറ്റി പരിഗണിക്കാമെന്ന് പറഞ്ഞു. കളക്ടർ ഏറ്റവും കൂടുതൽ അവധിയെ പറ്റി സംസാരിക്കണം. നമ്മളിത് പറയുമ്പോൾ ഒരു ടീച്ചറിലൂടെ പോകേണ്ടതാണ്. ആദ്യം മുതൽ നിന്ന് കുട്ടികളെ പറഞ്ഞു വിടുന്നത്. ടീച്ചറെ വലിയ സന്തോഷമുണ്ട്, നമ്മുടെ കുട്ടികൾക്ക് കോൺവെക്കേഷൻ കൊടുക്കുന്നു, അവരെ കിറ്റ് കൊടുത്തത്. എന്താ പറയുക ടീച്ചറിന് പറയാനുള്ളത്? ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. പോകുന്ന കുഞ്ഞുങ്ങളെ, എന്നാലും അതിലും കൂടുതൽ വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ അവരെ എല്ലാവരെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പോകുന്നതിൽ വിഷമമുണ്ടോ കുട്ടികൾ? പോകുന്നതിൽ വിഷമമുണ്ട്, എന്നാലും അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ സന്തോഷമേ ഉള്ളൂ. ഒരു പേരൻസ് കൂടെ ചേരുന്നുണ്ട്. ഇത് കുട്ടിയെ പോവുകയാണോ ചേർക്കുവാണോ? ചേർക്കുക. എന്താ പറയാനുള്ളത്? നല്ലൊരു പുതിയ തുടക്കത്തിന് ആണോ? വലിയ സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെ മന്ത്രിയൊക്കെ നേരിട്ട് വന്നു. വലിയ സന്തോഷത്തില്ല. ഇതാണ് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം. കുട്ടികളുടെ ഇപ്പം മോളുടെ പേരെന്തുവാ? പേര് പറയേ? നാണവാ. മറ്റൊരാളെങ്കിൽ ഈ പ്രവേശനോത്സവത്തിൻ്റെ അതേ രീതി നമ്മുടെ പഴയ രീതിയിൽ തന്നെ കരഞ്ഞൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. പോട്ടെ, കരയണ്ട. അപ്പോൾ എന്തായാലും വളരെ അടിപൊളി ഒരു ത്രില്ലായിട്ടുള്ള ഒരു പ്രവേശന ഉത്സവമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജുറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.